സ്വർണ്ണക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും പ്രതിയെന്ന് സംശയിക്കുന്ന ലഫീൻ മുഹമ്മദിനെ NITയുടെ ഭരണസമിതിയിലേക്ക് സംസ്ഥാന സർക്കാർ നിയമിച്ചതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ NITയിലേക്ക് മാർച്ച് നടത്തി. BJP കുന്നമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മാർച്ച് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ലഫീർ മുഹമ്മദിനെ സംസ്ഥാന സർക്കാർ NIT ഭരണസമിതിയിലേക്ക് നിയമിച്ചതിൽ പ്രതിഷേധിച്ചാണ് BJP കുന്നമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ NITയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. കെട്ടാങ്ങൽ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് NIT ഗേറ്റിൽ പോലീസ് തടഞ്ഞു. മാർച്ച് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ലഫീർ മുഹമ്മദ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷുമായും മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനുമായും ബന്ധമുള്ള ആളാണെന്നും ഈജിപ്ഷ്യൻ പൗരനെ ഉപയോഗിച്ച് ഡോളർ കടത്തിയ ആളാണെന്നും അദ്ദേഹം പറഞ്ഞു. ലഫീർ മുഹമ്മദിന് കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ മെമ്പർഷിപ്പില്ലെന്നും NIT യോഗങ്ങളിൽ പങ്കെടുക്കാൻ വന്നാൽ തടയുമെന്നും പ്രകാശ് ബാബു പറഞ്ഞു. അങ്ങനെ നിലവിലുള്ള ഭരണസമിതി അംഗങ്ങളുടെ കാലാവധി പൂർത്തിയാകുന്നതിന് 1 വർഷം മുമ്പേ തന്നെ തിരക്കിട്ട് പിടിച്ചുകൊണ്ട് 2 പേരെ NITയിലേക്ക് ഭരണസമിതി അംഗങ്ങളായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചു. അതൊന്ന് ലഫീർ മുഹമ്മദാണ്. കോഴിക്കോട്ടെ DCCയുടെ നേതാക്കളോട് ചോദിച്ചപ്പോ ആരാ ലഫീർ മുഹമ്മദ് എന്നറിയില്ല. ലീഗിന്റെ നേതാക്കൾക്ക് ആരാണ് ലഫീർ മുഹമ്മദ് എന്നറിയില്ല. അവസാനം ഇപ്പൊ ഉത്തരം കിട്ടിയിരിക്കുന്നു. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളുടെ കൂടെ പഠിച്ചയാളാണ്. അദ്ദേഹം VD സതീശനോട് പറഞ്ഞപ്പോ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഞങ്ങളൊക്കെ ഈ ലഫീർ മുഹമ്മദിനെ കുറിച്ച് കേട്ടത് നിങ്ങൾക്ക് വായിച്ചതല്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലുള്ള സ്വപ്ന സുരേഷിന്റെ മൊഴിയാണിത്. She was shown WhatsApp chat details and accused by ED about Lafir Muhammad. She replied that Lafir Muhammad is from Ponnani and he was introduced on her by Sriramakrishnan and M. Shivashankar. ജില്ലാ ജനറൽ സെക്രട്ടറി M. സുരേഷ് ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.